അപ്പൊ പുഷ്പാങ്കദന്റെ ഒന്നാം സ്വയംവരം തിയേറ്ററിലേക്ക് എത്തുകയാണ്. അപ്പൊ അതിലൊരു പ്രധാന വേഷം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത് അല്ലെ? പ്രധാന വേഷം എന്ന് പറഞ്ഞാൽ പ്രധാന വേഷം ഉണ്ണിരാജാണ്, ഉണ്ണിയേട്ടനാണ്. അദ്ദേഹത്തിന്റെ മാമന്മാരിൽ ഒരാളാണ്. പ്രധാന മാമനാണ്. പ്രശ്നക്കാരനുണ്ടാക്കുന്ന ആളാണ്. പ്രശ്നക്കാരാണ് അദ്ദേഹത്തിന്റെ ഒരു തലവിധി. അങ്ങനെയാണ് ഈ സിനിമയിൽ മാമന്മാരൊക്കെ പ്രശ്നക്കാരാണ്. അപ്പൊ ഈ സിനിമയെ കുറിച്ച് നിങ്ങൾ പലവരും ഇതിനുമായി ബന്ധപ്പെട്ടവരൊക്കെ പറഞ്ഞു, ചേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മറ്റു പ്രമുഖരും ഇതിനെ കുറിച്ച് ഒന്നും പറയുന്നത് കേട്ടില്ലല്ലോ. ആര് പറഞ്ഞു? ഞാൻ കേട്ടിട്ടില്ല. മുഖ്യമന്ത്രി വരെ കഴിഞ്ഞ ദിവസം ഇതിനെ പറ്റി സംസാരിച്ചു. മുഖ്യമന്ത്രി എന്ത് പറഞ്ഞു ഈ സിനിമയെ പറ്റി? പിന്നെ ഭയങ്കരമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞാനത് കഴിഞ്ഞ ദിവസം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്കുമ്പോൾ അത് എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. അത് പിന്നെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ടൊന്ന് കാണിക്കല്ലേ അങ്ങനെയാണെങ്കിൽ? കുഴപ്പമില്ല. വാസ്തവത്തില് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിലപാടുണ്ടായിട്ടുള്ളത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടാ. വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു ചെറുപ്പക്കാരനാണല്ലോ ഈ പുഷ്പാങ്കദൻ എന്ന് പറയുന്നത്. 46 വയസ്സായിട്ടുണ്ട് അദ്ദേഹത്തിന്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു വിവാഹം അദ്ദേഹത്തിന് നടക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ജോസ് കൂട്ടക്കര എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ ഇതിന്റെ ചെലവൊക്കെ വഹിച്ചിട്ടുള്ളത്. ആ സമയത്ത് തന്നെ ഇത് ഇല്ലാതാക്കി കളയണമെന്ന നിലപാടുമായിട്ട് ചില ആളുകൾ വന്നിട്ടുണ്ട്. അവരോട് ഞങ്ങൾക്ക് ഒന്നേ പറയാനുള്ളൂ, 16-ാം തീയതി പുഷ്പാങ്കദന്റെ സ്വയംവരം നടക്കും കേട്ടാ. ബാലോകര് മുഴുവൻ അതിന് അനുകൂലമായിട്ടാണല്ലോ നിൽക്കുന്നത്. എന്താണ് പ്രതിപക്ഷത്തിന് ഇത്ര വാശി നടത്തില്ല എന്നുള്ളത്? അത്തരം കാര്യങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടാ എന്നാണ് പറഞ്ഞിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ സഹകരണം ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമായിരിക്കും. അദ്ദേഹം അങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്.